ഏതൊരു ഡ്രൈവർമാരുടെ ആഗ്രഹം ഒരു ഭാരത് ബെൻസ് ഓടിക്കണമെന്നാണ്. ഒരു 10 വീലോ 12 വീലോ ഭാരത് ബെൻസ് ഓടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണല്ലേ. അതേപോലെ ഞാനും എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ തന്നെ വണ്ടിയിൽ കയറിപ്പോയി. അപ്പോൾ അവനിന്ന് ലോഡ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ അവൻ്റെ കൂടെ കയറിപ്പോയി. ഞാൻ പ്രധാനമായിട്ടൊരു കാര്യമുണ്ട് കേട്ടോ ഈ പോകുന്നതിന്. കാരണം എനിക്ക് വണ്ടി ഒന്ന് ഓടിക്കാൻ കിട്ടും. ഇടയ്ക്ക് അതൊന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന വണ്ടി, കാലി വണ്ടിയൊക്കെ ആകുമ്പോഴത്തേനും നമുക്കൊന്ന് ഓടിക്കാൻ തരും. ഇടയ്ക്ക് വണ്ടി തിരിച്ചിടാനും ഒക്കെ പറയും. അപ്പം നമുക്കിതൊന്ന് ഓടിക്കാൻ കിട്ടില്ല എന്നുള്ളൊരു മെയിൻ ഉദ്ദേശം വെച്ചിട്ടാണ് ഞാൻ ഇവൻ്റെ കൂടെ പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ ഒരു വീഡിയോ കൂടെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇത് കയറി വന്നപ്പോൾ തന്നെ ആദ്യം കണ്ടത് ഈ ഒരു വണ്ടി പണി മുടക്കി അവിടെ റോഡ് കിടക്കുന്നത്, ക്രോസ് കിടക്കുന്നതാണ്. അപ്പം ഒരു വണ്ടിക്ക് വരാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ എങ്ങനെ പോകണം എന്നറിയാൻ വേണ്ടി ഞങ്ങൾ കുറേ ശ്രമിച്ചിട്ടാണ് ഗ്യാപ്പ് കടന്നു പോയത്. പിന്നെ കയറി വരുമ്പോൾ തന്നെ ഇത് കണ്ടില്ലേ, ഇത് KGF-ൻ്റെ ഒരു മോഡലിൽ ഇങ്ങനെ കുറേ ഇത് ചെയ്തിട്ട് പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ നമ്മളൊരു ലോഡെന്ന് പറഞ്ഞാൽ എന്താ ലോഡെന്ന് അറിയാം, നമ്മുടെ ഈ ഒരു കൽക്കരി കത്തിക്കുന്നതിൻ്റെ ചാരം ഇല്ലയോ, അതാണ് ഈ കിടക്കുന്നത്. അല്ലാതെ മണ്ണല്ല, നമ്മൾ കൽക്കരി കത്തിക്കുന്നതിൻ്റെ ചാരം എടുക്കാനാണ് നമ്മൾ പോകുന്നത്. ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലും കട്ടച്ചോളകളിലൊക്കെയാണ്. കട്ടച്ചോളയിൽ മണ്ണിൻ്റെയും ചെളിയുടെയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇവർ അവിടെ ചുടുകട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇവരിത് കൂടുതലും യൂസ് ചെയ്യുന്നത്. ലോഡിന് ഏതാണ്ട് ഒരു 4000 രൂപ 5000 രൂപയ്ക്ക് എത്താൻ വേണ്ടാണ് ഇവിടുന്ന് ലോഡിന് വാങ്ങിക്കുന്നത്. പിന്നെ പുറത്തവർ മറിച്ച് കൊടുക്കുമ്പോഴത്തേക്കിനും നല്ല റേറ്റ് കൊടുക്കുന്നുമുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വന്നപ്പോഴത്തേക്കിനും മൊത്തം പൊടിയാണ് കേട്ടോ. വെളിയിൽ നിന്ന് ഇറങ്ങിയിരിക്കാനോ ഒന്നും പറ്റത്തില്ല. വെയിലും അതേപോലെ പൊടിയും കണ്ടില്ലേ, പൊടി കൊണ്ട് പറ്റത്തില്ല. അപ്പം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വെളിയിൽ ഇറങ്ങി ദേഹം മൊത്തം കുറച്ച് പൊടിയൊക്കെ ആയി. ഞാനിവിടുത്തെ ഡ്രൈവർമാരെ സമ്മതിച്ചു കൊടുത്തു കേട്ടോ. ഇത്രയും പൊടിയായിട്ടും ഒരു വണ്ടിയിൽ വന്ന് ലോഡ് എടുത്തുകൊണ്ട് പോകുന്നത്. നമ്മുടെ വണ്ടി ആകുമ്പോഴത്തേന് AC ക്യാബിനാണ്, അതുകൊണ്ട് നല്ല നമുക്ക് ചൂടോ കാര്യങ്ങളൊന്നും വലുതായിട്ട് അനുഭവപ്പെടത്തില്ല. ഭാരത് ബെൻസ് ഓടിക്കുന്നവർക്ക് അറിയായിരിക്കില്ല അതിൻ്റെ ആ ഒരു സുഖം. അപ്പോൾ അതിൻ്റെ സീറ്റ് സസ്പെൻഷന് അതെല്ലാം നല്ല എന്താ പറയുക, ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളൊരു കാറിനകത്തൊക്കെ എങ്ങനെയായിരുന്നു പോകുന്നത് ആ ഒരു ഫീല് കിട്ടും ഭാരത് ബെൻസിൻ്റെ ക്യാബിനൊക്കെ. അതുപോലെ തന്നെ ചില വണ്ടികളുണ്ട് കേട്ടോ, വരുമ്പോഴത്തേന് ഈ ഡോർ ഗ്ലാസ് ഇല്ലാകത്ത് ഫാൻ പോലും ഇല്ലാതെ. ഈ ഒന്നാമത്തെ കാര്യം തമിഴ്നാട്ടിലെ ചൂട് അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഈ ചൂടത്തൊക്കെ ഇരുന്ന് വണ്ടി ഓടിക്കുന്ന ഇവരെ സമ്മതിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലൈക്ക് നമുക്ക് അവർക്ക് കൊടുക്കാം. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും